അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിന്റെ വാദം തള്ളി കുടുംബം. നിതിന്റെ മരണം ലോൺ ആപ്പുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമം. ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ട്, മാനേജ്മെന്റ് കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ലെന്നും നിതിന്റെ കുടുംബം ആരോപിച്ചു. ഇത്രയും വർഷങ്ങളായിട്ട് ആ കോളേജിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അതിനെതിരെ ഒരു നടപടികളും കോളേജ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ല. ഈ ഒരു സംഭവം നടന്നപ്പോൾ പോലും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മാനേജ്മെന്റ് ടീംസ് ആരും വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. അവിടെ ഉള്ളവർ മൊത്തം സ്റ്റാഫും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതൊക്കെ അവരായിരിക്കണം. ഇതിനെ പ്രധാനപ്പെട്ട ആൾക്കാരും വ്യക്തികൾ ആരും ഇതിനെതിരെ മുന്നിട്ട് വന്നിട്ടില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ എനിക്ക് തൃപ്തിയില്ല, ഇപ്പോൾ തൃപ്തിയില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് തൃപ്തിയില്ല. എന്തുകൊണ്ട് ഇത്രയും ലോൺ ആപ്പിന്റെ പിറകെ പോയി പിടിച്ച വ്യക്തികളെ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്ന റാം ഈ പറയുന്ന ഡയറക്റ്റായിട്ട് ഒരു പക്ഷേ നിതിനുമായിട്ട് കോൺടാക്ട് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ഇല്ലെങ്കിൽ പോലും മറ്റു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഈ കേസ് എടുക്കാമല്ലോ. ഈ പറയുന്ന റാം, സംഗീത എന്ന് പറഞ്ഞ വ്യക്തി, പ്രത്യേകിച്ച് റാം. അപ്പോൾ അവരൊക്കെ അവരുടെ ലൊക്കേഷൻ പോലും വെച്ച് ട്രേസ് ചെയ്ത് അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പോലീസിന്. പക്ഷെ നോയിഡയെ ഇപ്പോൾ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മറ്റാരുടെയൊക്കെയോ ശക്തികൾ ഇതിലുണ്ട്. നല്ല സ്വാധീനം ചെലുത്തിയിട്ടാണ് അവരെ രണ്ടുപേരെയും സംരക്ഷിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സിജോ, ഈ അധ്യാപകരെ മാനേജ്മെന്റ് സംരക്ഷിക്കുന്നു, മാനേജ്മെന്റിനെ മറ്റാരോ സംരക്ഷിക്കുന്നു, ഇതാണോ കുടുംബത്തിന്റെ ആരോപണം? ഇതിന്റെ മരണത്തിന് ശേഷം ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ഒരുപക്ഷെ ആദ്യമായിട്ടാവും മാനേജ്മെന്റ് ഇത്ര കൃത്യമായി നൽകുന്നത് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നത് ഇതിന്റെ മരണത്തിന് പിന്നിൽ ഈ ലോൺ ആപ്പാണ്, ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്നാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. ഈ മരണം ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്നാണ് എന്നുള്ളതിലേക്ക് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് ഈ കുടുംബം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ മാനേജ്മെന്റ് ഇന്ന് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നത് ഈ നിതിന്റെ എടുത്തിരുന്ന ലോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ഈ സഹോദരിയുടെ ഭർത്താവ് അശോകന് വേണ്ടിയാണെന്നുള്ളതാണ്. പക്ഷെ അശോകൻ ആ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, എനിക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു ലോൺ എടുത്തിട്ടില്ല, എന്നോട് ഇക്കാര്യം സംസാരിച്ചിട്ടുമില്ല, തന്നോട് മാത്രമല്ല തൻ്റെ ഭാര്യയോടും സംസാരിച്ചു, അപ്പോൾ അവരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അത് മാനേജ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കെട്ടുകഥയാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാനേജ്മെന്റിനെതിരെയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും കുടുംബം ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് 3 പേരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ അന്വേഷണം പോകുന്നു. പക്ഷേ ഈ കേസിൽ റാമിനെയും അതോടൊപ്പം തന്നെ സംഗീതയും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ജാമ്യാപേക്ഷമായി പോയിട്ടുണ്ടെങ്കിൽ പോലും അത് അറസ്റ്റ് തടയുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സമയം വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്.